ഹരി ഓം നമസ്തേ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, നമ്മൾ രാവിലെ വെള്ളം തിളപ്പിക്കുമ്പോൾ ചെറിയൊരു പാത്രത്തിൽ ഇതെല്ലാം കൂടിയിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതാണ് പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ എടുക്കുന്നത് പേരയുടെ ഇല. അത് ഏറ്റവും നല്ലതാണ്. കൊളസ്ട്രോൾ കുറയാനും ഷുഗർ കുറയാനും ഒക്കെ ഈ പേരയുടെ ഇല വളരെയധികം ഉത്തമമാണ്. പിന്നീട് കൃഷ്ണ തുളസിയുടെ ഇല, അതും ഏറ്റവും നല്ലതാണ്. ശരീരത്തിൻ്റെ എല്ലാ നല്ല പ്രവർത്തനവും തുളസി വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. അത് നമ്മൾ സാധാരണ തുളസി ഞാൻ എടുക്കാറ് പതിവ് വിളക്കിൻ്റെ മുന്നിൽ പറിച്ച് ഒന്ന് വെച്ചിട്ട് അതാണ് ഞാൻ എടുക്കുന്നത്. തുളസി ഇല അല്ലാതെ എടുക്കരുത് എന്നൊരു ശാസ്ത്രം നമ്മുടെ പുരാണങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് താറാവിൻ പോച്ചെന്ന് പണ്ട് പറഞ്ഞിരിക്കുന്നു. അതാണ് അതിനകത്ത് സ്വർണത്തിൻ്റെ മയം അടങ്ങിയിട്ടുള്ളതാണ്. ശരീരത്തിന് ഏറ്റവും നല്ല ഗുണങ്ങൾ ഒരുപാട് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ മഞ്ഞപ്പിത്തത്തിനുമൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പിന്നെ പനിക്കൂർക്കയുടെ ഇല ഏറ്റവും ഉത്തമമാണ്. പനിക്കൂർക്ക അതൊരു ഗ്യാസ് വരാതിരിക്കാനും പനിയെ വരാതിരിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഭയങ്കര മെഡിസിനാണ് ഇതിനെ സത്യത്തിൽ അമൃത വാഹിനി എന്നുപോലെ പറയപ്പെടുന്നുണ്ട്. പനിക്കൂർക്ക അത്രയ്ക്ക് പ്രധാനമാണ് നമ്മുടെ ദൈനംദിന ഈ പനിക്കൂർക്ക. അതുപോലെയാണ് നമ്മൾ നിസ്സാരമെന്ന് കാണപ്പെടുന്ന ഈ മുക്കുറ്റിയുടെ ഇല. മുക്കുറ്റി നമ്മൾ പറിച്ച് കഴുകി വൃത്തിയാക്കി 3 മുക്കുറ്റിയെങ്കിലും ഇടണം. ഇത്രയും നമ്മളെടുത്ത് അതിൻ്റെ കൂടെ ബ്രഹ്മിയുടെ ഒരു 3 ഇലയും കൂടെ നല്ലതാണ്. ബ്രഹ്മി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും ഒക്കെ നല്ലതാണ്. ശബ്ദ തടസ്സത്തിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഈ ഇത്രയും ഇലയും കഴുകി വൃത്തിയാക്കി ഒരു ചെറിയ പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ കൂടെ 3-4 കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. ഗ്രാമ്പൂവിൻ്റെ 3 അല്ലി, അതുപോലെ ഇഞ്ചി ചതച്ചത് അതും കൂടെ ചേർക്കണം. കറുവാപ്പട്ടയുടെ ഒരു പീസും കൂടെ ചേർന്നാൽ ഏറ്റവും നല്ലത്. ഇത് ഇത്രയും കൂട്ടി വെള്ളം തിളപ്പിച്ച് ഒന്ന് കുടിച്ചാൽ ദാഹശമനിയൊന്നും വെളിയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. രോഗദുരിതത്തിനും പോലും ഏറ്റവും നല്ല ഇതാണ്. നമ്മൾ ഇന്നിപ്പം ഇതിട്ട് തിളപ്പിച്ചാൽ നാളെ നമുക്ക് വേറെ 2-3 ടിപ്സ് ഇട്ട് അങ്ങനെ ദിവസം മാറി മാറി ഓരോന്നിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. ഇന്ന് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ എൻ്റെ ഒരു പുതിയ വീഡിയോ ചാനൽ തുടങ്ങിയ വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും അതിനെനിക്ക് ആവശ്യമുണ്ട്. അതിൽ ഇന്ദു രാജൻ ആർമള എന്ന് പറഞ്ഞ പേരിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതിനകത്ത് നാരായണീയവും ഭഗവത്ഗീതയും ഇപ്പോൾ ചൊല്ലിയിടുന്നുണ്ട്. പിന്നെ ഞാൻ എഴുതി ഭഗവാന്റെ മുന്നിലും അമ്മയുടെ മുന്നിലും സമർപ്പിച്ച കീർത്തനങ്ങളും അതിനോടൊപ്പം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ശ്രീ ശങ്കരാചാര്യ തിരുവടികളുടെ ശ്ലോകാഷ്ടകങ്ങളും ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോയും കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. അടുത്ത ദിവസം അടുത്ത ചെറിയ ഷോർട്ട് വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലെത്താം. നമസ്കാരം.